സലീം, എപ്പോഴാണ് തെന്നല ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുക? അതിൻ്റെ ബാക്കി കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുകയാണോ സലീം? കാശ്മീർ അനന്തപുരി ആശുപത്രിയിലേക്ക് ഇപ്പോൾ നേതാക്കളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതികദേഹം ഇവിടെ നിന്നും വീട്ടിലേക്ക്, നെട്ടയത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടൊരു ഏകദേശ ധാരണ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം ഇവിടെ നിന്നും കൊണ്ടുപോയതിനു ശേഷം വീട്ടിൽ, നെട്ടയത്തുള്ള വീട്ടിൽ പൊതുദർശനം, അതിനുശേഷം നാളെ KPCC-യിൽ പൊതുദർശനം എന്ന നിലയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിൽ ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടോ മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇപ്പോൾ കുടുംബക്കാർ അതിരാവിലെ തന്നെ എത്തി സീരിയസ് ആയിരുന്നു, പക്ഷേ വീണ്ടും ICUയിൽ കൊണ്ടുപോയി. ഇപ്പോൾ എന്തായാലും കൺഫേം ചെയ്തു. കുടുംബക്കാർ, അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ബാക്കി കുടുംബക്കാരെല്ലാം കൂടെ ആലോചിച്ചിപ്പോൾ അപ്രോക്സിമേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകും, തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഇന്ന് വീട്ടിലായിരിക്കും. നാളെ രാവിലെ ഒരു വിശ്വാസമനുസരിച്ച് ഒരു 9-10 രാഹുർ സമയമാണ്. അത് കഴിഞ്ഞ് 10:30 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെച്ചിട്ട് അത് കഴിഞ്ഞ് ശാന്തി കവാടത്തിൽ ക്രിമേഷൻ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തെന്നല ബാലകൃഷ്ണപിള്ള സാറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്? തെന്നല സാറ് എനിക്ക് ലീഡർ പോലെയാണ് തെന്നല ബാലകൃഷ്ണ സാർ. എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന ആളല്ല. അതുകൊണ്ട് ഇവിടുത്തെ ആശുപത്രിയിലെ ദൈനംദിന കാര്യങ്ങളിൽ കുടുംബക്കാർ തന്നെ എന്നെ വിളിച്ചു പറയുമായിരുന്നു. ഇന്ന് രാവിലെ അപകടത്തിലേക്ക് വന്നപ്പോൾ ആദ്യം അവർ വിളിച്ചു പറഞ്ഞു തന്നെ, ഞാൻ അപ്പം തന്നെ ഓടി ഇവിടെ എത്തി. അപ്പോൾ അദ്ദേഹത്തെ അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് അവസാനം കണ്ടു തൊഴുന്നത് ഞാനാണ്. എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു നേതാവായിരുന്നു തെന്നല സാർ. ഹാഷ്മി, അങ്ങനെയാണ്. എന്തായാലും ഈ നിലവിൽ തെന്നല ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാനത്തിനും കോൺഗ്രസിനും ഒപ്പം തന്നെ തലസ്ഥാനത്തെ കോൺഗ്രസിനും ഒക്കെ വലിയ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അടിമുടി കോൺഗ്രസ് ആയിരുന്ന ഒരു മനുഷ്യനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. പല കാലങ്ങളിലും പല പ്രതിസന്ധികൾ ഉള്ളപ്പോഴും ഒക്കെയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയെ കോൺഗ്രസ് ആശ്രയിച്ചിരുന്നത്. നല്ല കാലങ്ങളിൽ കോൺഗ്രസ് ആ നിലയിൽ തെന്നല ബാലകൃഷ്ണപിള്ളയെ പരിഗണിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. കാരണം 2001 മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരുമ്പോൾ KPCC അധ്യക്ഷനായിരുന്നു. ആ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ AK ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ I ഗ്രൂപ്പിൽ നിന്ന് K മുരളീധരൻ KPCC അധ്യക്ഷനാകട്ടെ എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കുകയല്ല, മറിച്ച് താൻ എപ്പോൾ രാജിവെക്കണം എന്നുള്ളതായിരുന്നു നേതൃത്വത്തോട് തെന്നല ബാലകൃഷ്ണപിള്ള അന്ന് ഇറങ്ങിപ്പോയി തെന്നല ബാലകൃഷ്ണപിള്ള. അതിനുശേഷം 2003 അതേ പദവിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. അത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വൻ പരാജയത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം തിരികെ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഒരു ആശ്രയം എന്നുള്ള നിലയ്ക്ക് ആ സമയത്തെ കോൺഗ്രസിൻ്റെ ഒരു ആസ്ഥാനമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള.